ചേച്ചി, മമ്മിക്ക് എന്ത് പറ്റി? മമ്മി ആകെ സാഡാണല്ലോ. ശരിയാ, മമ്മിയെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കും അറിയില്ല. നമുക്ക് ചോദിക്കാം മമ്മിയോട്. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ മമ്മിയുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരാം കേട്ടോ. ശരി പിങ്കി ചേച്ചി, ചേച്ചി പോയിട്ട് വാ. മമ്മിക്ക് എന്ത് പറ്റി? മമ്മി ആകെ ദുഃഖത്തിലാണല്ലോ. എന്താ മമ്മി? മോളെ, നിന്നെ എനിക്ക് ചെറിയ കുഞ്ഞായപ്പോൾ കിട്ടിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദുഃഖവും അറിയിക്കാതെയാണ് നിന്നെ ഞാൻ വളർത്തിയത്. നിന്നെ മാത്രമല്ല, അശ്വതിക്കുട്ടിയെയും ചിന്നുമോളെയും ഒക്കെ. പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ വളരെ മോശമാണ്. നിന്നെയും അശ്വതിക്കുട്ടിയെയും ചിന്നുമോളെയും എവിടെയെങ്കിലും ഏൽപ്പിക്കണം. മറ്റുള്ളവരെയൊക്കെ ഏതെങ്കിലും വേറെ വേറെ അനാഥാലയത്തിലേക്ക് ആക്കണം. ഇനി എനിക്ക് ആരെയും നോക്കാൻ കഴിയില്ല. അയ്യോ, മമ്മിക്ക് എന്ത് പറ്റി? എന്താണ് എന്നോടൊന്നും പറയാത്ത മമ്മി? എനിക്ക് തീരെ വയ്യ മോളെ. ഞാൻ എന്നാ ഇല്ലാണ്ടാവുക എന്നറിയില്ല. ഇനി ആ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ എനിക്ക് സമാധാനമായിട്ട് മരിക്കാമല്ലോ. ഇല്ല മമ്മി, മമ്മിയെ ഞാൻ മരിക്കാൻ വിടില്ല. മമ്മിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. മമ്മി ഞങ്ങൾക്ക് വേണം. ഇല്ല മോളെ, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് നിന്നെ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് എനിക്ക് പോകണം. രേവതിക്കുട്ടിയെയും ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണം. ചിന്നുമോളെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ആക്കണം. മമ്മി എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോളത് അശ്വതിക്കുട്ടിയോടും പറയണം. ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് തീരെ വയ്യ മോളെ.